മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 6/12/1970 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. പൂരുരുട്ടാതിയാണ് നക്ഷത്രം. പൂരുരുട്ടാതി 1-ാം പാദം. ധനുലഗ്നം. ലഗ്നത്തിൽ ബുധൻ. 2:03 ചന്ദ്രൻ രാഹു. 4:05 ശനി ഗുളികൻ. 6, 7, 8 ഭാവങ്ങൾ ശൂന്യം. 9 കേതു. 10:11 ശുക്രൻ കുജൻ ഗുരു. 12 സൂര്യൻ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. കുറേയധികം പ്രത്യേകതകളുള്ള ഒരു ഗ്രഹനിലയാണത്. ജോലി സംബന്ധമായിട്ട് സർക്കാർ വകുപ്പിൽ ജോലി ചെയ്തിരുന്ന ഒരാളുടെ ഗ്രഹനില കൂടിയാണ് ഇത്. ലഗ്നാൽ 10-ൽ ഗ്രഹങ്ങളില്ല എന്നിരുന്നാൽ തന്നെയും 10-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ബുധൻ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു. നല്ലതാണ്. അതേപോലെ തന്നെ ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം വ്യാഴം കുജനോടൊത്ത് ശുക്രനോടൊത്ത് നിൽക്കുന്നു. അതും വലിയ തെറ്റില്ല. പക്ഷേ ഇവിടെ ജോലിയുണ്ട്, വരുമാനമുണ്ട്, പദവിയുണ്ട്, മറ്റാളുകളുടെ അംഗീകാരമുണ്ട്. പക്ഷേ മനസമാധാനം എന്ന് പറയുന്ന കാര്യം ഇല്ല. അതിന് ഒന്നിലധികം കാരണങ്ങളുണ്ട്. ഒന്ന്, ലഗ്നാൽ 5-ൽ മനസ്സിൻ്റെ സ്ഥാനത്ത് നീചനായി ശനി. അത് ഭംഗം ചെയ്യുന്ന ശനിയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അവിടെ ഗുളികൻ്റെ സാന്നിധ്യം വന്നു. ഗുളികൻ ശനി കോമ്പിനേഷൻ മുൻപ് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഒട്ടും നല്ലതല്ല. ഇപ്പോൾ ശനി നീചനായി നിൽക്കുകയും അതിനോടൊത്ത് തന്നെ 5-ൽ മനസ്സിൻ്റെ സ്ഥാനത്ത് ഗുളികൻ നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മനസ്സിന് ഒരു സമാധാനം ഉണ്ടായിരിക്കില്ല. നേരത്തെ പറഞ്ഞ എല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും അതൊന്നും ആസ്വദിക്കാൻ തക്ക ശേഷി മനസ്സിന് കൈവരാത്ത ഒരുതരം വല്ലാത്ത അവസ്ഥ. അതിലൂടെ സ്ഥിരമായി വർഷങ്ങളോളം കടന്നു പോവുക. അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ചന്ദ്രൻ, ഏതൊരാളുടെ മനസ്സിൻ്റെ കാരക ഗ്രഹമാണ് ചന്ദ്രൻ, രാഹുവിനോടൊത്താണ് നിൽക്കുന്നത്. അതും മുൻപ് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ചന്ദ്രൻ രാഹു, ചന്ദ്രൻ കേതു, ചന്ദ്രൻ ശനി, ചന്ദ്രൻ ഗുളികൻ കോമ്പിനേഷൻസ് ഒട്ടും നല്ലതല്ല. മനസ്സ് എന്ന് പറയുന്ന കാര്യവുമായി ബന്ധപ്പെട്ട്, മനസ്സിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ 2 ഫാക്ടേഴ്സ് ഈ ഗ്രഹനിലയിൽ വളരെ വളരെ മോശമാണ്. 3-ലെ രാഹു പൊതുവേ നല്ലതാണ്. പക്ഷേ അത് മനസ്സിൻ്റെ കാരക ഗ്രഹത്തോടൊപ്പം നിൽക്കുമ്പോൾ മനസ്സിന് ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ടെൻഷൻസ്, ഡിപ്രഷൻസ്, അതല്ലെങ്കിൽ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള അവസ്ഥകൾ എന്തെങ്കിലുമൊക്കെ തുടർച്ചയായിട്ടോ ഇടവിട്ടോ അല്ലാതെയോ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അവിടെ ഈ ഗുളികനും ശനിയും ശക്തമായിട്ടുള്ള ആക്രമണം നടത്തുകയും ചെയ്യും. മാത്രവുമല്ല, ഇദ്ദേഹത്തിൻ്റെ 4-ാം ഭാവാധിപൻ വ്യാഴമാണ്. ലഗ്നാധിപനും വ്യാഴമാണ്. പക്ഷേ 4-ലേക്ക് ശനിയോടൊത്ത് നിൽക്കുന്ന ഗുളികൻ്റെ 12-ാമത്തെ ദൃഷ്ടി വന്നിട്ടുണ്ട്. നല്ലതല്ല. മാതാവിൽ നിന്നോ അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള വളരെ മോശമായിട്ടുള്ള അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് കമാൻഡിങ് എന്ന് പറയുന്ന അവസ്ഥ ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ലൈഫിൽ ഉടനീളം ഉണ്ടാകാം. അപ്പോൾ അതിനനുസരിച്ച് സ്ട്രെസ്, പെയിൻ മനസ്സിന് ഏതെങ്കിലും രീതിയിൽ ഈ വ്യക്തിയെ തന്നെ അത് നെഗറ്റീവായിട്ട് ബാധിക്കുകയും ചെയ്യാം. അതുവഴി ഹെൽത്ത് ഇഷ്യൂസിന് വരെ സാധ്യത വളരെ കൂടുതലുമാണ്. 5-ലൊക്കെ ശനി നീചൻ. അതേപോലെ അവിടേക്ക് ഈ ശുക്രൻ കുജൻ ഗുരു 7-ാം ദൃഷ്ടി നടത്തുന്നുണ്ട്. അതിൽ തന്നെ കുജൻ്റെ ദൃഷ്ടി എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന അവസ്ഥയുണ്ടാക്കും. മാത്രവുമല്ല, 5-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കുജൻ ആണ്. അത് ലഗ്നാൽ 11-ൽ നിൽക്കുന്നു. അവിടേക്ക് ചന്ദ്രനോടൊത്ത് നിൽക്കുന്ന രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള 9-ാമത്തെ ദൃഷ്ടി. രാഹുവിൻ്റെ 7-ാം ദൃഷ്ടി കേതു നിൽക്കുന്നിടത്തേക്ക് 8 കഴിഞ്ഞ് 9. അപ്പോൾ മനസ്സിൻ്റെ സ്ഥാനത്തിൻ്റെ അധിപൻ കുജനെ രാഹു വീക്ഷിക്കുന്നു. അതേപോലെ തന്നെ മനസ്സിൻ്റെ കാരക ഗ്രഹത്തോടൊത്ത് രാഹു വസിക്കുന്നു. അതേപോലെ തന്നെ മനസ്സിൻ്റെ സ്ഥാനത്ത് 5-ൽ നീചനായി ശനി നിൽക്കുന്നു. അതിനോടൊത്ത് നിർഭാഗ്യവശാൽ ഗുളികനും നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസമാധാനത്തിൻ്റെ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് ഒരുപക്ഷെ 0 ആയിരിക്കാം. മനസ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു ഗ്രഹനിലയാണിത്. ധാരാളം പേർക്ക് ഇങ്ങനെയുണ്ട്. മനസ്സിന് ടെൻഷൻ, നിരന്തരമുള്ള ടെൻഷൻസ്, ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടൊരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥ. ഒന്നൊഴിയുമ്പോൾ ഒന്ന്, അതൊഴിയുമ്പോൾ അടുത്തതെന്ന് പറയുന്ന ഒരു ക്രമത്തിൽ വരുന്ന അവസ്ഥ. അത് ഇത്തരം ഗ്രഹനിലകളിൽ കാണുന്ന ഒരു പാറ്റേണാണത്.
അപ്പോൾ അതിന് കൃത്യമായിട്ട് പരിഹാരങ്ങൾ നേരത്തെ കൂട്ടി തന്നെ എടുത്ത് പോയി കഴിഞ്ഞാൽ ആ നെഗറ്റിവിറ്റിയുടെ പേഴ്സൻറ്റേജിനെ ഒരു പരിധി വരെ കുറച്ച് നിർത്താൻ പറ്റും. വലിയ ആക്രമണങ്ങളിൽ നിന്നും രക്ഷ തേടി അല്ലെങ്കിൽ നേടി നിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ കനത്ത ആക്രമണം തന്നെ മനസ്സിനെതിരായിട്ടുണ്ടാകും, ചിന്തകളെ തന്നെ സ്വാധീനിക്കും, ഒരു സ്വസ്ഥതയുമില്ലാത്ത അവസ്ഥ, മനസ്സ് കിടന്ന് അലയുന്ന അവസ്ഥ ഉണ്ടാകാം. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യവുമാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് കേതുദശ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ശുക്രദശ കയറിയിട്ടുള്ളത്. ഈ കേതുദശയിൽ ഇദ്ദേഹത്തിൻ്റെ പൊതുവെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള സാമ്പത്തിക സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഒന്ന് ശ്രദ്ധിച്ച് തന്നെ പോകേണ്ടതായിരുന്നു. അത് ഒരുവിധം ശ്രദ്ധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും അവിടെയൊക്കെ ചില വിള്ളലുകൾ പല രീതിയിലായിട്ട് ഉണ്ടായിട്ടുണ്ട്. കേതു അങ്ങനെയാണ്. തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുപ്പിക്കുന്നതിനോ നമ്മളുടെ ദൈനംദിന കാര്യങ്ങളിൽ തന്നെ അബദ്ധം വരുത്തുന്നതിനോ ഒക്കെ കേതു പ്രത്യേക ഒരു കാരണക്കാരൻ തന്നെയാണ്. അതുകൊണ്ടാണ് പഴയ ആളുകളൊക്കെ പറയുന്നത് കേതുവിന് ഹേതു വേണ്ട, ഒന്നില്ലെങ്കിൽ ഒന്ന് മറ്റൊന്നിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതെല്ലാം തന്നെ ഏറിയ പങ്കും ഒരു 90% കൂടുതൽ നെഗറ്റീവുമായിരിക്കും, നമുക്കൊരു ഗുണവും ചെയ്യാത്ത കാര്യങ്ങളായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു, ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും അവിടെ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. അതിനുശേഷമാണ് ശുക്രൻ 20 കൊല്ലം അതിൻ്റെ കാലാവധി. ശുക്രനാണ് നല്ലതല്ല, മഹായോഗം കൊടുക്കുന്ന, ഇവിടെ ലാഭസ്ഥാനത്താണ് ശുക്രൻ നിൽക്കുന്നത്, സ്വന്തം ക്ഷേത്രത്തിലാണ്, വ്യാഴത്തോടൊത്താണ്. പക്ഷേ ഈ ശുക്രൻ അതല്ല എങ്കിൽ ഏതൊരു മഹാദശയാണെങ്കിൽ പോലും അതിൻ്റെ സ്വാപഹാരം വലിയ ഗുണം ചെയ്യില്ല എന്ന് മാത്രമല്ല, ചിലപ്പോഴൊക്കെ നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ ഏറിയും നിൽക്കാം. അപ്പോൾ അതിന് വേണ്ടുന്ന ഒരു കാൽക്കുലേഷനിൽ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് വേഗത കുറച്ച് ചിന്താശേഷിയെ കൂട്ടി ഒരല്പം ക്ഷമയോടെ തീരുമാനങ്ങളൊക്കെ എടുത്ത് പോയാൽ ഏറെ നന്ന്. അവിടെയാണ് പരിഹാരങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള ഒരു എനർജി, ഒരു ബൂസ്റ്റ് ഓട്ടോമാറ്റിക്കലി കിട്ടും. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന മാതാവ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ, അതുപോലെ തന്നെ പിതാവ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ. പിതാവിൻ്റെ സ്ഥാനത്തിൻ്റെ അധിപൻ 12-ൽ നഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത്. പിതാവിൻ്റെ സ്ഥാനം കേതു കൈയടക്കിയിട്ടുണ്ട്. ചന്ദ്രനോടൊപ്പം നിൽക്കുന്ന രാഹുവിൻ്റെ 7ാമത്തെ ദൃഷ്ടി ഇവിടേക്കുണ്ട്. അപ്പോൾ പിതാവിൽ നിന്നും ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളോ അതല്ല എങ്കിൽ വലിയ ബന്ധങ്ങൾ, ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻ ഉണ്ടാകാത്ത രീതിയിലുള്ള അവസ്ഥകളൊക്കെ പിതാവുമായിട്ടും ഉണ്ടാകാതെ അങ്ങനെ തന്നെയാണ്. അതേപോലെ തന്നെയാണ് ഇദ്ദേഹം ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് നീചഭംഗ രാജയോഗം ചെയ്യുന്ന ശനിയാണോ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷേ അവിടെ ഗുളികൻ്റെ സാന്നിധ്യം ഇല്ലേ എന്ന് ചോദിച്ചാൽ, അതേപോലെ തന്നെ കുജൻ്റെ ദൃഷ്ടി വരുന്ന സമയത്ത് അത് അല്പം മോശം തന്നെയാണ്. എല്ലാ നീചഭംഗ രാജയോഗങ്ങളും വർക്കായിക്കൊള്ളണമെന്നില്ല. അതിൻ്റെ ഉദാഹരണമാണ് ഈ ഗ്രഹനില തന്നെ. ഇവിടെ മനസ്സിൻ്റെ സ്ഥാനത്ത് നീചനായി ശനി നിൽക്കുകയും ഗുളികൻ തന്നെ അതിനോടൊപ്പം നിൽക്കുകയും കുജൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മനസ്സിങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കും. എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള ടെൻഷൻസ് കൊണ്ട് അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യവുമാണ്. ഒരു സ്വസ്ഥതയില്ലായ്മ എല്ലാം ഉണ്ടായിട്ടും, പണം, പേര്, അംഗീകാരം എല്ലാം ഉണ്ടായിട്ടും സ്വസ്ഥതയില്ല എന്ന് പറയുമ്പോൾ ഉള്ള ഒരു അവസ്ഥ അത് അനുഭവിച്ചിട്ടുള്ള ആളുകൾക്ക് നല്ലോണം അറിയാം. അപ്പോൾ കൃത്യമായിട്ട് വ്യാഴ ലഗ്നക്കാരനാണ് പരിഹാരം എടുത്ത് പോകേണ്ടുന്ന പാറ്റേണിൽ തന്നെയുള്ള ഒരു ഗ്രഹനിലയാണിത് എന്ന് തിരിച്ചറിയുക. ഇദ്ദേഹത്തിൻ്റെ ദശകളെടുത്താൽ പൂരുരുട്ടാതിയാണ് നക്ഷത്രം. ഗുരുദശയിൽ ജനിച്ചു. 83 വരെ ഗുരുദശ, അതിനുശേഷം ശനി 2002 വരെ, അതിനുശേഷം ബുധൻ 2019 വരെ, ശേഷം കേതു 2026 വരെ, ശേഷം 20 കൊല്ലം ശുക്രൻ 2046 വരെ, ശേഷം സൂര്യൻ 2052 വരെ, ശേഷം 10 കൊല്ലം ചന്ദ്രൻ, 7 കൊല്ലം കുജൻ എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. നടപ്പ് ദശ നേരത്തെ പറഞ്ഞു ശുക്രനാണ് ശ്രദ്ധ വേണ്ടുന്ന സമയം തന്നെയാണ്. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.